ഇനി ഡിസൊല്യൂഷൻ ഓഫ് കമ്പനി ബൈ ട്രൈബ്യൂണൽ, അതായത് നമ്മുടെ കമ്പനിയുടെ എല്ലാ അഫയേഴ്സും അവസാനിപ്പിച്ചുകൊണ്ട് അതിൻ്റെ എല്ലാ ബാധ്യതകളൊക്കെ തീർത്തുകൊണ്ട് എല്ലാം ക്ലിയർ ആക്കി കഴിയുമ്പോൾ അതാണ് കമ്പനിയുടെ വൈൻഡ് അപ്പ് എന്ന് പറയുന്നത്. അത് ക്ലിയർ ആക്കി കഴിഞ്ഞാൽ ലിക്വിഡേറ്റർ എന്ത് ചെയ്യും? ട്രൈബ്യൂണലിന് കമ്പനി ഡിസോൾവ് ചെയ്യാനായിട്ട്, കമ്പനി ക്ലോസ് ചെയ്യാനായിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ കൊടുക്കും. സോ ട്രൈബ്യൂണൽ എന്ത് ചെയ്യും? നമ്മുടെ കമ്പനി ലിക്വിഡേറ്ററുടെ കയ്യിൽ നിന്നും ആപ്ലിക്കേഷൻ കിട്ടിയ ശേഷം അവർ റീസണബിൾ ആയിട്ടുള്ള സർക്കംസ്റ്റൻസസിൽ ഇനി കമ്പനി ഡിസോൾവ് ചെയ്തിട്ടേ കാര്യമുള്ളൂ എന്നുള്ള കാര്യം ബോധ്യമായി കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ കമ്പനി ലിക്വിഡേറ്റർക്ക് ഓർഡർ കൊടുക്കുകയാണ്, ഡിസോൾവ് ചെയ്യാനുള്ള ഓർഡർ കൊടുക്കുകയാണ്. ഈ പറയുന്ന ഡേറ്റ് ഓഫ് ഓർഡർ, ആ ഡേറ്റ് ഓഫ് ഓർഡർ തൊട്ടുള്ള ദിവസം കമ്പനി ഡിസോൾവ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ നമ്മുടെ ട്രൈബ്യൂണൽ ഈ ഡിസൊല്യൂഷൻ്റെ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ ആ ഓർഡറിൻ്റെ ഒരു കോപ്പി ആ ഓർഡറിൻ്റെ ഡേറ്റ് തൊട്ട് 30 ദിവസത്തിനുള്ളിൽ കമ്പനി ലിക്വിഡേറ്റർ അതിന് രജിസ്ട്രാർ എടുത്ത് ഫയൽ ചെയ്യണം. രജിസ്ട്രാർ എന്ത് ചെയ്യുന്നു? അത് കമ്പനിയുടെ മിനിറ്റ്സിൽ എൻ്റർ ചെയ്യും. ഓക്കെ, ഇൻ കേസ് ഇപ്പോൾ കമ്പനി ലിക്വിഡേറ്റർ ഇതുപോലെ കോപ്പി ഓർഡർ സ്പെസിഫൈഡ് ആയിട്ടുള്ള പീരീഡിൽ ഫോർവേഡ് ചെയ്തില്ല, അതിൽ ഡിഫോൾട്ട് വരുത്തി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പണിഷ്മെൻറ്റ് ഉണ്ടാവും വിത്ത് ഫൈൻ ഫോർ 5,000 rupees എവറി ഡേ ഫ്രം ദ ഡിഫോൾട്ട് ഡേറ്റ്. അങ്ങനെയാണ് പണിഷ്മെൻറ്റ് വരുന്നത്. ഇനി നമ്മളുടെ കമ്പനിയുടെ സെക്രട്ടറി, ദാറ്റ് ഈസ് കമ്പനി സെക്രട്ടറിയുടെ ഡ്യൂട്ടീസ് വൈൻഡിങ് അപ്പ് സമയത്ത് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അതിൽ നമ്മുടെ സെക്രട്ടറി എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡയറക്ടേഴ്സിനെ അസിസ്റ്റ് ചെയ്യണം, കമ്പൽസറി വൈൻഡിങ് അപ്പിന് റിലേറ്റഡ് ആയിട്ടുള്ള പെറ്റീഷൻസ് ട്രൈബ്യൂണലിന് കൊടുക്കാനായിട്ട്. പിന്നെ ആ കോപ്പി ഓഫ് പെറ്റീഷൻ രജിസ്ട്രാർ എടുത്ത് ഫയൽ ചെയ്യണം. ഡ്യൂലി രജിസ്ട്രാർ, ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദ രജിസ്ട്രാർ ടു സബ്മിറ്റ് ഹിസ് വ്യൂ ടു ദറ്റ്. അപ്പം ഈ രജിസ്ട്രാർ എടുത്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ രജിസ്ട്രാർ എന്ത് ചെയ്യും? അദ്ദേഹത്തിൻ്റെ വ്യൂ ട്രൈബ്യൂണൽസിനെ 60 ഡേയ്സിൻ്റെ ഉള്ളിൽ, ആ പെറ്റീഷൻ കിട്ടി 60 ഡേയ്സിനുള്ളിൽ അറിയിക്കും. പിന്നെ നമ്മുടെ ഒഫീഷ്യൽ ലിക്വിഡേറ്റർക്ക് ഈ സെക്രട്ടറി കമ്പനി അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും സബ്മിറ്റ് ചെയ്യണം. പിന്നെ നമ്മളുടെ ട്രൈബ്യൂണലിന് വേണ്ട എല്ലാ ഇൻഫർമേഷൻസും നെസസറി ആയിട്ടുള്ള ഇൻഫർമേഷൻസ് പ്രിപ്പയർ ചെയ്ത് കൊടുക്കേണ്ടത് നമ്മുടെ സെക്രട്ടറിയുടെ ഡ്യൂട്ടീസാണ്. അതുപോലെ തന്നെ നമ്മുടെ കമ്പനി വൈൻഡപ്പ് ചെയ്യുന്ന സമയത്ത് ഉള്ള പ്രൊസീഡിങ്സിലെല്ലാം ദ കമ്പനി ഈസ് അണ്ടർ ലിക്വിഡേഷൻ എന്നുള്ള കാര്യം കമ്പനിയുടെ ലെറ്ററിൽ, ഡോക്യുമെൻറ്റിലൊക്കെ പ്രത്യേകം മെൻഷൻ ചെയ്യാനായിട്ടുള്ള ഡ്യൂട്ടി സെക്രട്ടറിക്കാണ് ഉള്ളത്. നമ്മളപ്പോൾ വൈൻഡിങ് അപ്പ് ബൈ ട്രൈബ്യൂണൽസ് കണ്ടു. ഇനി നെക്സ്റ്റ് വോളണ്ടറി വൈൻഡിങ് അപ്പാണ്. വോളണ്ടറി മീൻസ് പെട്ടെന്നുള്ള വൈൻഡിങ് അപ്പാണ്. ഇത് നമ്മളുടെ കമ്പനിയുടെ മെമ്പേഴ്സ് ട്രൈബ്യൂണലിൻ്റെ ഇൻവോൾവ്മെൻ്റ് ഇല്ലാതെ അവർ തന്നെ ചേർന്ന് കമ്പനി വൈൻഡപ്പ് ചെയ്യുന്ന സമ്പ്രദായമാണ് വോളണ്ടറി വൈൻഡപ്പ്. അപ്പം ഈ വോളണ്ടറി വൈൻഡപ്പ് ഒരു കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്, വളരെ പോപ്പുലർ ആയിട്ടുള്ളതാണ്. അതിൽ നമ്മുടെ കമ്പനിയുടെ ക്രെഡിറ്റേഴ്സും അതുപോലെ തന്നെ മെമ്പേഴ്സും ചേർന്നിട്ട് എന്ത് ചെയ്യുന്നു? കമ്പനിയുടെ എല്ലാ അഫയേഴ്സും, അതായത് അവർ തമ്മിൽ ഒരു ചർച്ച നടത്തി തീർക്കാണ്. അവർ വേറെ കോർട്ടിനൊന്നും പോകുന്നില്ല. ഓക്കെ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഡിസ്പ്യൂട്ട്സ് ഉണ്ടെങ്കിൽ അതൊക്കെ എല്ലാം കംപ്ലീറ്റ് അതൊക്കെ സോൾവ് ചെയ്ത് കമ്പനി നമ്മൾ എന്നേക്കുമായിട്ട് വൈൻഡപ്പ് ചെയ്യുന്ന രീതിയാണ് വോളണ്ടറി വൈൻഡപ്പ്. അപ്പം ഇത് സാധാരണ ഇങ്ങനെയുള്ള വോളണ്ടറി വൈൻഡപ്പ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കമ്പനി ഒരു ജനറൽ മീറ്റിംഗ് നടത്തുന്ന സമയത്ത് വോളണ്ടറി വൈൻഡപ്പ് ചെയ്യണമെന്ന് താല്പര്യം അതിൻ്റെ മെമ്പേഴ്സിനും ക്രെഡിറ്റേഴ്സിനും ഉണ്ടെങ്കിൽ അവർ ആ മീറ്റിങ്ങിൽ ഒരു റെസൊല്യൂഷൻ അതിന് വേണ്ടി ഫോം ചെയ്തിട്ട് എന്ത് ചെയ്യാം? അവർക്ക് ഈ വോളണ്ടറി വൈൻഡിങ് അപ്പിന് പോവാം. അതായത് ഈ വോളണ്ടറി വൈൻഡിങ് അപ്പിന് പോകുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കമ്പനിയുടെ ഡ്യൂറേഷൻ എക്സ്പയർ ചെയ്യുകയാണ്, അതുപോലെ ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷനിലും ഒരു പീരീഡ് മെൻഷൻ ചെയ്തേക്കാണ്. അപ്പോൾ ആ പീരീഡ് എത്തുന്നു. അപ്പോൾ അതനുസരിച്ച് കമ്പനിയുടെ ജനറൽ മീറ്റിങ്ങിൽ എന്ത് ചെയ്യുന്നു? കമ്പനിയുടെ വൈൻഡിങ് അപ്പിന് വേണ്ടിയിട്ടുള്ള റെസൊല്യൂഷൻ പാസ് ചെയ്യുന്നു. ഇനി ഈ റെസൊല്യൂഷൻ ഇങ്ങനെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് 14 ദിവസത്തിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യണം? കമ്പനി വൈൻഡപ്പ് ചെയ്യണം. അതുമാത്രമല്ല, 14 ദിവസത്തിന് മുമ്പ് കമ്പനിയുടെ റെസൊല്യൂഷൻ, ഇത് വൈൻഡിങ് അപ്പിനെ കുറിച്ചുള്ള നോട്ടീസ് അഡ്വർടൈസ്മെൻ്റ് ആയിട്ട് ഒഫീഷ്യൽ ഗസറ്റ്സിൽ അതുപോലെ ന്യൂസ് പേപ്പേഴ്സിൽ, ആ കമ്പനി നിലനിൽക്കുന്ന ആ ഡിസ്ട്രിക്റ്റിൽ സർക്കുലേറ്റ് ചെയ്യുന്ന ന്യൂസ് പേപ്പേഴ്സിൽ കൊടുത്തിരിക്കണം. അപ്പം ഈ കമ്പനി വൈൻഡപ്പ്, വോളണ്ടറി വൈൻഡപ്പ് കമൻസ് ചെയ്യുന്നത് എപ്പോഴും കമ്പനിയുടെ ജനറൽ മീറ്റിങ്ങിൽ റെസൊല്യൂഷൻ പാസ് ചെയ്തിട്ടാണ്. ഈ വോളണ്ടറി വൈൻഡിങ് അപ്പ് നമ്മളുടെ ട്രൈബ്യൂണൽസ് ഇൻവോൾവ് ചെയ്യാതെ നടത്തുന്നതാണെന്ന് പറഞ്ഞു.
ശരിക്കും ഇത് രണ്ട് രീതിയിലാണ് വരുന്നത്. മെമ്പേഴ്സ് വോളണ്ടറി വൈൻഡിങ് അപ്പും ക്രെഡിറ്റേഴ്സ് വോളണ്ടറി വൈൻഡിങ് അപ്പ്. പക്ഷേ നമ്മുടെ കമ്പനി ആക്ട് ഇത് തമ്മിൽ ഒരു ഡിസ്റ്റിങ്ഷൻ കൊടുക്കുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ രണ്ട് വൈൻഡിങ് അപ്പിലും, ദാറ്റ് ഈസ് മെമ്പേഴ്സ് വൈൻഡിങ് അപ്പിലും വോളണ്ടറി വൈൻഡിങ് അപ്പിലും ക്രെഡിറ്റേഴ്സ് വോളണ്ടറി വൈൻഡിങ് അപ്പിലും നമ്മളുടെ ക്രെഡിറ്റേഴ്സിൻ്റെ അപ്രൂവൽ അനിവാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു സെപ്പറേഷൻ കമ്പനി ആക്ടിൽ പറയുന്നില്ല. പക്ഷേ എങ്കിലും നമുക്ക് ആ സെപ്പറേഷൻ ഉണ്ട്. ഇപ്പോൾ ഒരു കമ്പനി ഇൻസോൾവൻ്റ് ആണ്, അവർക്ക് അവരുടെ ഡെപ്സ് ഒന്നും പേ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അവർക്ക് എന്ത് പേ ചെയ്യാം? കമ്പൽസറി ലിക്വിഡേഷൻ പ്രോസസ്സിലേക്ക് പോവാം. ഇനി വോളണ്ടറി വൈൻഡിങ് അപ്പിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ക്രെഡിറ്റേഴ്സിൻ്റെ റെസൊല്യൂഷൻ അവിടെ ആവശ്യമാണ്. അത് നിർബന്ധമായിട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ നമുക്ക് രണ്ട് രീതിയിലുള്ള ഡെസൊല്യൂഷനാണ് കമ്പനിക്ക് വരുന്നത്: കമ്പൽസറി ഡെസൊല്യൂഷൻ ആൻഡ് വോളണ്ടറി ഡെസൊല്യൂഷൻ. ഇൻ കമ്പൽസറി ഡെസൊല്യൂഷനിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ കമ്പനിക്ക് അവരുടെ ഡെപ്സ് ഫുള്ളായിട്ട് പേ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അവർ കമ്പൽസറി വൈൻഡിങ് അപ്പിലേക്ക് പോകാനുള്ള പെറ്റീഷൻസ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി അതല്ല, ഇപ്പം നമ്മളുടെ ക്രെഡിറ്റേഴ്സിൻ്റെ റെസൊല്യൂഷൻ ആവശ്യമായിട്ട് വരികയാണ് സോൾവൻസിക്ക് എന്ന് വന്നു കഴിഞ്ഞാൽ അത് വോളണ്ടറി വൈൻഡിങ് അപ്പിലേക്ക് അല്ലെങ്കിൽ വോളണ്ടറി ഡെസൊല്യൂഷനിലേക്കാണ് പോകുന്നത്. അപ്പോൾ ക്രെഡിറ്റേഴ്സ് വോളണ്ടറി വൈൻഡിങ് അപ്പ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മളുടെ കമ്പനിയുടെ വൈൻഡിങ് അപ്പ് നമുക്ക് ക്രെഡിറ്റേഴ്സിൻ്റെ ഈ പറയുന്ന റെസൊല്യൂഷൻ മാൻഡേറ്ററി ആയിട്ട് വേണ്ടി വന്നാൽ ആ രീതിയിൽ നമ്മുടെ ക്രെഡിറ്റേഴ്സിൻ്റെ റെസൊല്യൂഷൻ ഫോം ചെയ്യുമ്പോൾ ക്രെഡിറ്റേഴ്സ് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ താല്പര്യം അനുസരിച്ച് അവർ ഒരു ലിക്വിഡേറ്ററിനെ അപ്പോയിൻ്റ് ചെയ്ത് അത് വെച്ചിട്ടാണ് കമ്പനിയുടെ വൈൻഡിങ് അപ്പ് പ്രോസസ്സ് നടത്തുക. അതാണ് ക്രെഡിറ്റേഴ്സ് വോളണ്ടറി വൈൻഡിങ് അപ്പിൻ്റെ പ്രത്യേകത. ഈ ക്രെഡിറ്റേഴ്സ് വോളണ്ടറി വൈൻഡിങ് അപ്പിൽ നമ്മൾ മീറ്റിംഗ് എന്തായാലും കണ്ടക്ട് ചെയ്യുന്നുണ്ട്. സെപ്പറേറ്റ് ആയിട്ട് മെമ്പേഴ്സിൻ്റെ മീറ്റിങ്ങും ക്രെഡിറ്റേഴ്സിൻ്റെ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യും. എന്നിട്ട് വൈൻഡിങ് അപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള റെസൊല്യൂഷൻസ് ഫോം ചെയ്യും. ഇനി ഈ പറയുന്ന മെമ്പേഴ്സും ക്രെഡിറ്റേഴ്സും ചേർന്നിട്ടാണ് ഒരു വ്യക്തിനെ ലിക്വിഡേറ്ററായിട്ട് നോമിനേറ്റ് ചെയ്യുന്നത്. ഇപ്പം രണ്ട് മെമ്പേഴ്സും അതുപോലെ ക്രെഡിറ്റേഴ്സും രണ്ട് ഡിഫറെൻറ്റ് വ്യക്തികളെയാണ് ലിക്വിഡേറ്റേഴ്സ് ആയിട്ട് നോമിനേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്രെഡിറ്റേഴ്സ് നോമിനേറ്റ് ചെയ്യുന്ന ആ വ്യക്തിനെയാണ് ഫൈനലായിട്ട് ലിക്വിഡേറ്ററായിട്ട് നിയമിക്കുന്നത്. അപ്പം ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന മീറ്റിങ്ങിൽ ആ കമ്പനിയുടെ എല്ലാ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സും അതിൻ്റെ ലിസ്റ്റ് ഓഫ് ക്രെഡിറ്റേഴ്സിൻ്റെ അവർ എത്ര എമൗണ്ടാണ് ക്ലെയിം ചെയ്യുന്നത്, അതുപോലെ തന്നെ ഒരു കോപ്പി ഓഫ് റെസൊല്യൂഷൻ വോളണ്ടറി വൈൻഡിങ് അപ്പിന് വേണ്ടിയിട്ട് ക്രെഡിറ്റേഴ്സ് മീറ്റിങ്ങിൻ്റെ ഇതെല്ലാം എന്ത് ചെയ്യുന്നു? രജിസ്ട്രാർഡ് എടുത്ത് എന്ത് ചെയ്യുന്നു? അവർ വിത്തിൻ 10 days അവരത് ഫയൽ ചെയ്യുന്നു. ഇനി ക്രെഡിറ്റേഴ്സ് അവർക്ക് ഉചിതമായിട്ട് തോന്നിയിട്ട് അവരെന്ത് ചെയ്യുന്നു? ഒരു 5 നോട്ട് ലെസ് ദെൻ 5 മെമ്പേഴ്സ് ഉള്ള ഒരു കമ്മിറ്റി ഓഫ് ഇൻസ്പെക്ഷൻ അവരെന്ത് ചെയ്യുന്നു? അപ്പോയിൻ്റ് ചെയ്യുന്നു. അവർ ഈ പറയുന്ന നമ്മളുടെ കമ്പനി വൈൻഡിങ് അപ്പിൽ നമുക്ക് കോർട്ടിൻ്റെ ഡിസിഷൻസ് അതൊക്കെ കാര്യങ്ങളൊക്കെ ഒന്ന് വെരിഫൈ ചെയ്യാനായിട്ട് ആ കമ്മിറ്റി ഓഫ് ഇൻസ്പെക്ഷൻ എന്ത് ചെയ്യുന്നു? അവർ അതിനുവേണ്ടി കാര്യങ്ങളൊക്കെ ചെയ്യാണ്. അതുപോലെ തന്നെ നമ്മുടെ ലിക്വിഡേറ്റർ, ഈ ക്രെഡിറ്റേഴ്സ് നോമിനേറ്റ് ചെയ്തിട്ടുള്ള ലിക്വിഡേറ്റർ വൺസ് ഇൻ എ ഇയർ എന്ത് ചെയ്യണം? അറ്റ്ലീസ്റ്റ് കമ്പനി മീറ്റിംഗ് കണ്ടക്ട് ചെയ്യണം. അതുപോലെ തന്നെ ലിക്വിഡേഷൻ പ്രൊസീഡിങ് നടക്കുമ്പോൾ അത് 1 year കഴിഞ്ഞിട്ട് ഒരു 1 yearനുള്ളിൽ ഒരു മീറ്റിംഗ് നടത്തണം. അതുകൂടാതെ 1 year കഴിഞ്ഞ് കഴിഞ്ഞാൽ വിത്തിൻ 3 months മീറ്റിംഗ് നടത്തണം. ഇനി ഏതൊക്കെ പീരീഡിലാണ് മീറ്റിംഗ് നടത്തേണ്ടതെന്നുള്ളത് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് പീരീഡ് എക്സ്റ്റെൻഡ് ചെയ്ത് പറയും. അതനുസരിച്ച് ആ ടൈമിൽ ലിക്വിഡേറ്റർ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യേണ്ടതുണ്ട്. പിന്നെ ആ മീറ്റിങ്ങിൽ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട്സ് അതുപോലെ വൈൻഡിങ് അപ്പ് ആക്ടിവിറ്റിയുടെ കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്ത് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മളുടെ ലിക്വിഡേറ്റർ സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. മെമ്പേഴ്സിനെ കോൾ ചെയ്യണം, അതുപോലെ ക്രെഡിറ്റേഴ്സിനെ മീറ്റ് ചെയ്യണം. ഇതെല്ലാം ആ ഒരു മീറ്റിങ്ങിൽ ലിക്വിഡേറ്റർ തന്നെയാണ് ഓർഗനൈസ് ചെയ്യേണ്ടത്. ഓക്കെ. പിന്നെ ലാസ്റ്റ് മീറ്റിംഗ്, നമ്മുടെ കമ്പനി ഡിസോൾവ് ചെയ്യുന്നതിന് മുമ്പുള്ള ലാസ്റ്റ് മീറ്റിങ്ങും അദ്ദേഹം ചെയർമാൻഷിപ്പോടു കൂടി കണ്ടക്ട് ചെയ്യേണ്ടതാണ്.